തൃശൂർ കുന്നംകുളത്ത് തെരുവുനായ ആക്രമണം. കാണിപ്പയ്യൂർ സ്വദേശി ശശികുമാറിനാണ് പരിക്കേറ്റത്. വീടിന് മുമ്പിൽ നിൽക്കുകയായിരുന്ന ഇയാൾക്ക് നേരെ തെരുവുനായ പാഞ്ഞെത്തി കയ്യിൽ കടിക്കുകയായിരുന്നു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ചേരുകയാണ്. ലെവിൻ, വീണ്ടും തെരുവുനായയുടെ ആക്രമണമാണ്. എപ്പോഴാണ് ഈ തെരുവുനായ ആക്രമണം ഉണ്ടായത്? ഈ പരിക്കേറ്റിട്ടുള്ള ആളുടെ പരിക്കെത്രത്തോളം പ്രശ്നമുള്ളതാണ് ലെവിൻ? ബിനിൽ, ഇന്ന് രാവിലെ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് കാണിപ്പയ്യൂർ സ്വദേശിയായിട്ടുള്ള ശശികുമാറിനെ തെരുവുനായ വീടിന്റെ മുറ്റത്തേക്ക് പാഞ്ഞു കയറി വന്ന് കയ്യിൽ കടിച്ച് ആക്രമിക്കുന്നത്. ആഴത്തിലുള്ള മുറിവാണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ സംഭവിച്ചിരിക്കുന്നത്. കുന്നംകുളം നഗരസഭാ കൗൺസിലറായിട്ടുള്ള ഇന്ദിരയുടെ ഭർത്താവ് കൂടിയാണ് ശശികുമാർ. ഇദ്ദേഹത്തെ നായയുടെ കടിയേറ്റ ഉടൻ തന്നെ പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയതിനു ശേഷം തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. റാബിക്സ് വാക്സിൻ അടക്കം എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ നായയ്ക്ക് തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ ആയതുകൊണ്ട് തന്നെ പേവിഷബാധയുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നായയെ പിടികൂടി അതിനെ നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികൃതരും മറ്റും. ഇന്ന് രാവിലെ ഈ സംഭവം നടക്കുമ്പോൾ ഈ പ്രദേശത്തടക്കം നിരവധി തവണ തെരുവുനായ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നാട്ടുകാരടക്കമുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ അധികൃതർ, നഗരസഭയും മറ്റുള്ള ആരോഗ്യവകുപ്പ് അടക്കമുള്ള വിവിധ സംവിധാനങ്ങളുമൊന്നും ഈ തെരുവുനായ പ്രശ്നത്തിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഈ മാസങ്ങളായി ഈ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടും നടത്തുന്നില്ല എന്ന് തന്നെയാണ് ആരോപണങ്ങളായി ഉയർന്നു വന്നിരിക്കുന്നത്. ഏതായാലും ശശികുമാറിന് ആഴത്തിലുള്ള മുറിവുണ്ട്. ആഴത്തിലുള്ള മുറിവ് പറ്റിയിരിക്കുകയാണ് ശശികുമാറിന്. കാണിപ്പയ്യൂർ സ്വദേശിയാണ്. കുന്നംകുളത്താണ് തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുന്നത്, വീടിന് സമീപത്ത് വെച്ച് എന്നുള്ളതാണ് ലെവിൻ കെ വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നത്.